ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇതിലും വലിയ റിസ്ക് എടുത്ത് കൊട്ടാരത്തിൽ കയറി അമ്മയുടെ കൈയും പിടിച്ച് നെഞ്ചുറപ്പോടെ ഇറങ്ങി വന്ന ആളല്ലേ അച്ഛൻ. പിന്നെയാണോ അച്ഛൻ ജനിപ്പിച്ച മനോജും ഇത്തിരി പോന്ന ഹരിതയും? ഇരുളിന്റെ മറപറ്റി അച്ഛൻ കാണാൻ പോകുന്നത് മറ്റൊരുത്തന്റെ ഭാര്യയല്ല, അച്ഛന്റെ അടയാളമായി സിന്ദൂരം നെറുകയിലിട്ട സ്വന്തം ഭാര്യയെ കാണാനാ. കൊള്ളാം. കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ചന്ദ്രികാവർമ്മയുടെ ക്ഷത്രിയ വീര്യം മുഴുവൻ മരുമകൾക്ക് പകർന്നു കൊടുത്തുവെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാ പ്രതീക്ഷകളും വിശ്വാസങ്ങളും എന്നിൽ അർപ്പിച്ചുകൊണ്ടാണ് നീ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. ഊട്ടിയാ അവര് പ്ലാൻ ചെയ്യുന്നത്. ഊട്ടി എങ്കിൽ ഊട്ടി, നമുക്ക് മസനഗുഡി വഴി പോവാം. പുലിയും കടുവയും കാട്ടുപോത്തിനെയും കാട്ടാനെ കണ്ട് ഒരു യാത്ര, നല്ല ത്രില്ലായിരിക്കും. അതൊരു വൈബാ. സിംഗപ്പൂരായിരുന്നു എന്റെ സജഷൻ. അല്ല ഹരിതേ, ഈ സിംഗപ്പൂരിലിപ്പോ മോനെ, മാധവേട്ടൻ ഇന്നിങ്ങോട്ട് വരൂന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. അച്ഛൻ വരുമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഹരിതേ, നിന്നോട് പറഞ്ഞായിരുന്നോ? എന്നോടാരും ഒന്നും പറഞ്ഞില്ല. അച്ഛൻ വെറുതെ പറഞ്ഞായിരിക്കും അമ്മേ. അല്ല, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാ. ഇന്നത്തെ ദിവസം ഞങ്ങൾ തമ്മിൽ കാണാതിരിക്കില്ല, ഇതുവരെ കാണാതിരുന്നിട്ടുമില്ല. മോനെ, അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് കാണണം. മോൻ എന്നെ അച്ഛൻ്റെ അടുത്തൊന്ന് കൊണ്ടാക്കുവോ? അമ്മേ, അത് ഞാൻ ഈ കാര്യത്തിൽ മോൻ എതിർപ്പൊന്നും പറയരുത്. അച്ഛനെ ഒരു നോക്കുന്ന കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. മനോജ്, നിനക്ക് നമ്മൾ ഒളിച്ചോടി വന്ന ദിവസം ഓർമ്മയുണ്ടോ? ഫെബ്രുവരിയില 14 16 എന്നറിയില്ല. നിനക്കത് ഓർമ്മയില്ല. സത്യം പറഞ്ഞ എനിക്കും ഫെബ്രുവരിയിലാണെന്നേ അറിയൂ. നമ്മൾ ഇതുവരെ ആ ദിവസം ആഘോഷിക്കാൻ നിന്നിട്ടില്ല എന്ന് പറയുന്നതാ സത്യം. യുവമിഥുനങ്ങളായ നമ്മൾ കല്യാണ വാർഷികം ആഘോഷിക്കുന്നില്ല. അപ്പോഴാ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കിളവനും കിളവിയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ നിൽക്കുന്ന.